അങ്ങനെ നമ്മുടെ കുക്കർ ചിക്കൻ തയ്യാറായിട്ടുണ്ട്. നല്ല അസല് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ കേട്ടോ. ഒരു പഴുത്ത തക്കാളി, പകുതി സവാള, 6 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, ഉപ്പ്, വിനീഗർ, തൈര്, കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നമുക്ക് അരച്ച് പേസ്റ്റ് ആക്കി എടുത്തുകൊണ്ട് വരാം. ഈ മസാല നമുക്ക് ഈ വരഞ്ഞു വെച്ചേക്കണ ചിക്കനിലേക്ക് തേച്ച് കൊടുക്കാം. മസാലയൊക്കെ പുരട്ടി കഴിഞ്ഞിട്ടുണ്ട്. മിനിമം 1 മണിക്കൂറെങ്കിലും മസാല പിടിക്കാൻ വേണ്ടി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ചിക്കൻ വെച്ച് കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് എല്ലാ സൈഡും ഒന്ന് വേവിച്ചെടുക്കാം. മൊരിച്ചൊക്കെ എടുക്കാം. ഈ ചിക്കൻ വറുത്ത ചട്ടി തന്നെ ഇത്തിരി ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. പച്ചമുളക്, 2 വേപ്പില, 1 സവാള ചെറുതായി അരിഞ്ഞത്, സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 തക്കാളി ചെറുതായി മുറിച്ചത്, മസാലക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ്. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മസാല ആദ്യം അരച്ചില്ല, മസാല ഒരു ഇത്തിരി ബാക്കിയുണ്ട്, അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചിക്കൻ വേവിച്ച സൂപ്പാണിത്. ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഞാൻ കഴുകി ഇങ്ങനെ ഒഴിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് ടൊമാറ്റോ സോസ്, സോയാ സോസ്, ഇതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ഒരു കയ്യിലുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മേലെ കോരി ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ തയ്യാറായിട്ടുണ്ട്. ഞാൻ ഒരുപാട് വറ്റിക്കുന്നില്ല, കാരണം ഇത് ചപ്പാത്തിക്ക് കൂട്ടാനുള്ളതാണ്. അടിപൊളിയാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ അസ്വലാണ്. നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയണേ.